തലയെടുപ്പുള്ള യുവ നേതാവിനെ കളത്തിലിറക്കിയിട്ടും എന്തുകൊണ്ട് തോറ്റുവെന്നത് CPIM-നും LDF-നും മുന്നിലുള്ള വലിയ ചോദ്യമാണ്. മുഖ്യമന്ത്രി നേരിട്ടെത്തി പ്രചാരണത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തിട്ടും ഫലം ഇങ്ങനെയായതിന്റെ ഒന്നാം കാരണം എന്താണ്? അത് ഭരണവിരുദ്ധ വികാരമാണോ? എങ്ങനെ തോറ്റു എന്ന പരിശോധനയിൽ CPIM പരിഗണിക്കാൻ പോകുന്നത് എന്തെല്ലാമാകും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗവൺമെന്റ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഗവൺമെന്റ് വിരുദ്ധമായ ഒരു കാര്യവും ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് UDF-ന് സാധിച്ചിട്ടില്ല. പ്രതീക്ഷിച്ചതുപോലെ എങ്ങനെയാണ് കുറവുണ്ടായത് എന്നുൾപ്പെടെ അത് ഞങ്ങൾ പരിശോധിക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യാം. പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലമ്പൂരിൻ്റെ വിധി വന്നപ്പോഴും ഉള്ള നമ്മുടെ ചിത്രം. അപ്പോൾ എന്താണ് LDF ക്യാമ്പിലെ വിലയിരുത്തലുകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു നിലമ്പൂരിൽ നിന്നും. ദീപക് കൊണ്ടുപിടിച്ച പ്രചാരണമൊക്കെ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു കണ്ണായി നിലമ്പൂർ മാറുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. രണ്ട് മുന്നണികൾ UDF-ഉം LDF-ഉം ശക്തമായി തന്നെ ഈ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. ആർക്കും വിജയമുണ്ടാകാം എന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ അത് വലിയ വിജയം UDF-ന് ഉണ്ടാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താണ് ഈ തോൽവിക്ക് കാരണമെന്നാണ് LDF-ന്റെ ഒരു പൊതു വിലയിരുത്തൽ? ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ വോട്ടിൽ നിന്നുണ്ടായ വലിയ ചോർച്ച അത് എങ്ങനെയാണ് LDF ക്യാമ്പ് വിശദീകരിക്കുന്നത്? PB അൻവർ എന്ന് പറയുന്ന കീ ഫാക്ടർ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോയിരുന്ന വോട്ടുകൾ അത് CPM-ന് കിട്ടേണ്ട അല്ലെങ്കിൽ LDF-ന് കിട്ടേണ്ട വോട്ടുകളായിരുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തൽ ആ ക്യാമ്പിൽ നിന്നുണ്ടാവുന്നുണ്ടോ? പ്രജിൻ, CPIM ഔദ്യോഗികമായി ഒരു വിലയിരുത്തലിലേക്ക് കടന്നില്ലെങ്കിലും CPIM നേതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് പ്രതീക്ഷിച്ച മുന്നണിക്ക് കിട്ടേണ്ട വോട്ട് കിട്ടിയില്ല. ആ വോട്ട് വളരെ കൃത്യമായി അൻവർ കൊണ്ടുപോയി. അതായത് UDF-ൽ നിന്നും ആകെ വഴിക്കടവ് പഞ്ചായത്തിൽ മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ലിഫ്റ്റ് വോട്ട് ഷെയറിൽ അൻവർ UDF ക്യാമ്പിൽ നിന്നും എടുത്തത്. പക്ഷേ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും, അതായത് ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചത് അമരമ്പലത്തും അതുപോലെ കർളായി നഗരസഭ, ഈ 3 പഞ്ചായത്തുകളിൽ ഉണ്ടായ വോട്ട് ഷെയറിലെ കുറവ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർളായിൽ മാത്രമാണ് ഒരു ആശ്വാസ വോട്ട് ഷെയർ എങ്കിലും ലഭിച്ചത്. മറ്റൊന്ന്, നഗരസഭയിലും അമരമ്പലത്തിലും ഉണ്ടായ അമരമ്പലത്തിൽ ക്രോസ് വോട്ട് നടന്നു എന്ന് CPIM ഉറപ്പിച്ചു. മാത്രമല്ല പ്രാദേശികമായ വിവരങ്ങൾ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ അൻവർ പോലും പറഞ്ഞതാണ് അമരമ്പലത്തിൽ M സ്വരാജിന് അനുകൂലമായൊരു വലിയ രീതിയിൽ 10,000 വോട്ടോളം പോൾ ചെയ്തു. പക്ഷെ അത് വസ്തുതയായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു സൈലന്റ് സ്വീപ്പ്, ഒരു അടിത്തട്ടിൽ അങ്ങനെ ഒരു അടിയൊഴുക്ക് ഉണ്ടായിരുന്നില്ല സ്വരാജിന് അനുകൂലമായി എന്നുള്ളതാണ്. കാരണം CPIM-ന് ഇറക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ ഇറക്കിയിട്ടും അത് ഏതെങ്കിലും രീതിയിൽ വോട്ട് ഷെയറിൽ ഫലം ചെയ്തില്ല എന്ന് പറയുമ്പോൾ CPIM ഒരു ആത്മപരിശോധനയിലേക്ക് കടക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള വിജയരാഘവനോട് വളരെ കൃത്യമായി ബൂത്ത് തലത്തിൽ ബൂത്ത് സെക്രട്ടറിമാർ നൽകിയൊരു കണക്ക്, ആ കണക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ചിരുന്നു. മാത്രവുമല്ല ഏറ്റവും ഒടുവിൽ ഇന്നലെ നൽകിയ കണക്കിൽ 1100ഓളം വോട്ടിന് സ്വരാജ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്കാണ് കണ്ടെത്തിയത്. പക്ഷേ അതിലപ്പുറത്തേക്ക് എവിടെയൊക്കെയാണ് ന്യൂനതകൾ സംഭവിച്ചത്, ഏതൊക്കെ വിഭാഗം അകന്നു, മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇത്രയും വോട്ടുകൾ കുറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രധാനമായി വരുന്ന ഘടകങ്ങളിൽ വിവാദങ്ങൾ മാറ്റിവെച്ചാൽ അത് ഏതെങ്കിലും രീതിയിൽ ഇടത് മുന്നണിക്ക് അനുകൂലമായി വരേണ്ട ആ ഇടത് ഓരം ചേർന്ന് നടക്കുന്നവരുടെ വോട്ട്, അതായത് പാർട്ടിയുടെ കേഡർ വോട്ട് ഒഴിച്ചുള്ള ഇടത് അനുകൂല വോട്ടുകൾ വന്നില്ല എന്നുള്ള വസ്തുതയാണ്. ആ വസ്തുത യഥാർത്ഥത്തിൽ CPIM-നെയും ഇടതുമുന്നണിയെയും കണ്ണു തുറപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പ്രജിൻ, ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്നും.